സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ, മികച്ച അധ്യാപനം, മനോഹരമായ ക്യാമ്പസ്, ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള ഡെയറിംഗ് പ്രിൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ചു. 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായി ഡോക്ടർ കമൽ എച്ച് മുഹമ്മദിന്റെ ഡെയറിംഗ് പ്രിൻസ് ഫൗണ്ടേഷൻ ഔദ്യോഗികമായി ആരംഭിച്ചു. തന്റെ ആത്മകഥയായ ഡെയറിംഗ് പ്രിൻസിന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളടക്കം നിരവധി അവാർഡുകൾ നേടിയെത്തിയതിന് പിന്നാലെയാണ് കമലിന്റെ പുതിയ നീക്കം. 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ധൈര്യം, സംസ്കാരം, അനുകമ്പ എന്നിവ ശാക്തീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുക. 30 വർഷത്തിലധികമായി ദുബൈ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി ചെയ്ത പ്രവാസിയും കണ്ണൂർ സ്വദേശിയുമായ കമൽ ഇപ്പോൾ നേര്യമംഗലം തലേക്കോടാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ യമൻകാരിയാണ്. യമൻ യുദ്ധമുഖത്ത് നിന്നും തിരിച്ചെത്തിയ ഈ മനുഷ്യസ്നേഹി യമനിൽ നിന്നും നിരവധി ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്നു. പ്രവാസ ലോകത്തെ ജയിൽ ജീവിതം അടക്കം രേഖപ്പെടുത്തി 2024 പുറത്തിറക്കിയ ഡെയറിംഗ് പ്രിൻസ് എന്ന ആത്മകഥയ്ക്കാണ് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 19ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. ഞാൻ 30 വർഷമായിട്ട് പ്രവാസിയായിരുന്നു. ദുബായിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ യമനിലും. യമനിൽ 2015 വരെ യമനിലുണ്ടായിരുന്നു. അന്നേരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഓപ്പറേഷൻ റാഹത്ത് ഇതിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത്. ഭാര്യ യമൻ സ്വദേശിയാണ്. 3 മക്കളുണ്ട്. 3 മക്കൾ. മൂത്തവൻ 22-ൽ അവാർഡ് ജേതാവായിരുന്നു. പിന്നെ ഇപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കാണ് എൻ്റെ പദ്ധതികളെല്ലാം മാറ്റിയിട്ടുള്ളത്. 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. 2നും ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ മലയാളവും ആത്മകഥയാണ്. അപ്പോൾ അതിന് എല്ലാവിധ പുരസ്കാരങ്ങളും. ധീരനായ രാജകുമാർ എന്ന പേരിൽ മലയാളത്തിലും ആത്മകഥ ലഭ്യമാണ്. ഫ്രഞ്ച്, അറബിക്, അംഹറിക്, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഗുജറാത്തി തുടങ്ങിയ വിവിധ ഭാഷകളിലേക്ക് പുസ്തകം തർജ്ജമ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുസ്തക വിൽപ്പനയിൽ നിന്നുള്ള വരുമാനമെല്ലാം ഫൗണ്ടേഷന്റെ കീഴിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുമെന്ന് കമൽ എച്ച് മുഹമ്മദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.